ഹായ് ഗായ്സ്, അഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഗിവ് അവേ ഉണ്ട്. അതിൻ്റെ വിന്നറിനെ നമ്മൾ 31st നൈറ്റ് ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. സത്യത്തിൽ ഈ വീഡിയോ എനിക്ക് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ലൈവിനുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു 24 ഹവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് 8 മണിക്കാണ്. അതാ സമയം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. എൻ്റെ പഴയ ഫോണാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഗിവ് അവേയുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഈ കാണിക്കാം. ഇവിടെ റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പയ്യെ ഇനി ഞാൻ സ്ക്രീനും കൂടെ ഇതിനകത്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ പയ്യെ പോയിട്ട് നമ്മുടെ കമൻറ്റ് പിക്കർ ഓക്കെ സ്കാൻ. ഓക്കെ, 24 പേര്. ഓക്കെ, മിനിമം മെൻഷൻ 3 പേരുണ്ടായിരുന്നു. ഓക്കെ, അതും കൂടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ 24 പേര് ഓൾറെഡി നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ആൾക്കാർ, എന്നെ അറിയാവുന്ന പേഴ്സണലി അറിയാവുന്നവർ മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, അതായത് നമുക്കൊരു വിന്നറിനെ മതി. നമുക്ക് ഫൈൻ വിന്നേഴ്സ് കൊടുക്കാം. ആരാണ് ആ ഭാഗ്യശാലി? ഓക്കെ, അതാണ് ആ ചോദ്യം. അപ്പം കിട്ടാൻ പോകുന്നത് ബോട്ടിൻ്റെ ഹെഡ്ഫോൺസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഒരു ഗിവ് അവേക്കുള്ള. ഏകദേശം ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കഴിഞ്ഞു, 4000 വാച്ച് ഹവേഴ്സ് കഴിഞ്ഞ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് ഗിവ് അവേ ആണ്. അത് മാത്രമല്ല നമ്മുടെ ആനിവേഴ്സറിയും കഴിഞ്ഞിരുന്നു. ഓക്കെ, ചാനലിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതാണ്. കാരണം ഞാൻ ചാനൽ ആദ്യമേ ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി ഒരു സ്ഥിരത വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം ആവുന്നേ ഉള്ളൂ. ഓക്കെ, എനിക്കിന്ന് വാട്സാപ്പിൽ ചറപറ മെസ്സേജ് വരുന്നുണ്ട്. ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, എന്തായാലും നമുക്കൊരു വിന്നറിനെ നോക്കാം. ഓക്കെ, ആരായിരിക്കും? ഹിയർ ആർ ദ വിന്നേഴ്സ്. ബോട്ട് റോക്കേഴ്സിൻ്റെ നമ്മുടെ പടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കും അറിയില്ല, കംപ്ലീറ്റ്ലി ഞാനല്ല എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ആപ്പ് വഴിയാണ് ഞാൻ എടുത്തേക്കുന്നത്, wask.co. ഓക്കെ, ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. വിന്നേഴ്സ് അഞ്ജലി. ഓക്കെ, എനിക്കറിയാവുന്ന ആളാണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്തായാലും കൊള്ളാം. അപ്പം അഞ്ജലി, സന്തോഷം. ഇനിയിപ്പോൾ വിളിച്ചറിയിക്കണം. ഓക്കെ, നമുക്കൊന്ന് എൻ്റെ പഴയ ഫോൺ അവിടെ വിളിച്ചു നോക്കാം. അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം. സ്പീക്കർ ഇടാം. സ്പീക്കറിൻ്റെ എത്ര സൗണ്ട് ഉള്ളൂ? എടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. എനിക്ക് നോർമൽ കോൾ വിളിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഓൾറെഡി ഫോൺ ഇവിടെ, മെയിൻ ഫോൺ ഇവിടെ റെക്കോർഡിംഗ് ആണ്. നോ ആൻസർ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അഞ്ജലിയെ പയ്യെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഞ്ജലി, കൺഗ്രാറ്റ്സ്. സാധനം ഉടനെ തന്നെ വീട്ടിലെത്തുന്നതാണ്. ഓക്കെ, ഞാൻ നേരെ ആമസോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് പുള്ളിക്കാരിയുടെ വീട്ടിലൂടെ തന്നെ അയച്ചു കൊടുക്കുകയാണ്. അഡ്രസ്സ് വാങ്ങണം. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് കിട്ടിക്കഴിയണമെന്നുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് തരാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞു പോയി. ഓക്കെ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രം KL വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മൾ
ഇങ്ങനെ എന്താ പറയുക പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ വരാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വർഷം എന്തായാലും ഇപ്പം വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ ഞാൻ വണ്ടിയുടെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാനിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സും കൂടെ ഞാൻ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം എല്ലാവരും അടിച്ച് പൊളിച്ച് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് അവിടെ ഇരിക്കുക. ഓക്കെ, അപ്പം ബൈ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ദിസ് ഇസ് കേൽ വണ്ടി സൈനിങ് ഓഫ്. ബൈ.